കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവരുടെ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകുകയിലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചത് പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ക്രിസ്മസിന് 4 ദിവസം നിൽക്കുമ്പോൾ തിരുസഭ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. ആരായിരുന്നു, എന്തായിരുന്നൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും ഒരു ഇടം പോലും ഇല്ലാത്ത ഒരു നായകൻ എത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു വിശേഷതയെ പറ്റി സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ നമുക്കറിയാം ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം അത്രത്തോളം ആഴമുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഭാഗങ്ങളിൽ പോലും പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട്. ഒരുപക്ഷെ മാനാനം പള്ളിയിൽ പോയിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ ഒരു ലിഖിതം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ ആ ഒരു ഭാഗം കാണുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന രീതിയിൽ ഇങ്ങനെയാണ് വായിക്കുക: സാന്താഫെ, ഔസേപ്പ് പിതാവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും പോവുക. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും അല്ലെങ്കിൽ ഒരു തിരുപ്പിറവി കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് ഔസേപ്പ് പിതാവിലേക്ക് നമുക്കൊക്കെ എത്രത്തോളം പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുമ്പോഴും വേദനിച്ചു പോകുമ്പോഴും ഉത്തരമില്ലാതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയായിട്ട് ഔസേപ്പ് പിതാവിൻ്റെ ജീവിതവും മാറുന്നുണ്ട്. അല്ലെങ്കിൽ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ പലപ്പോഴും ഭാവി കാര്യങ്ങൾ പലതും ആസ്വദിച്ചും അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിച്ചു തീരുന്ന ഒത്തിരിയേറെ ദിനങ്ങൾ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ദൈവിക പദ്ധതി വേറെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഔസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ വ്യത്യസ്തതയാർന്നുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഇതിലൊന്നാമത്തതാണ് ഔസേപ്പ് പിതാവ് ദൈവം പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ തൻ്റെ ജീവിതം കൊണ്ട് പരിശ്രമിച്ച ആളുകൾ. കാരുണ്യവാൻ പലപ്പോഴും ആ ഒരു സ്നേഹത്തിൽ ഓരോ നിമിഷവും തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് എന്ത് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളും വേദനകളും അല്ലെങ്കിൽ ചോദ്യചിഹ്നങ്ങളും ഉയരുമ്പോഴും ഔസേപ്പ് പിതാവ് ഒരിക്കൽ നിന്നും പുറകോട്ട് പോകുന്നില്ല. ദൈവം പറയുന്നത് അതുപോലെ തന്നെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഔസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ തന്നെ അലട്ടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഒരു യുവാവായിരുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സ്വപ്നം കാണുന്നു. പക്ഷേ അതിന് വിപരീതമായിട്ട് നടക്കുമ്പോഴും ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവിക ഇടപെടലുണ്ടാകുമ്പോഴും ദൃഢനിഷ്ഠതയോടുകൂടി ഔസേപ്പ് പിതാവ് അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഔസേപ്പ് നീതിമാനായിരുന്നു എന്നുള്ള കാര്യമാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥം ഈ ഒരു പദപ്രയോഗം ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം വെച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എൻ്റെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും ഈ നീതിമാനാകാൻ നമ്മൾ വിളിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. കാരണം അവൾ അപമാനിതയാകാൻ ചിന്തിച്ചെങ്കിൽ പോലും ഔസേപ്പ് പിതാവ് ഒരിക്കൽ പോലും പരിശുദ്ധ അമ്മയെ കൈവിടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അവർ ദൈവിക പദ്ധതിക്ക് തൻ്റെ ജീവിതം കൊണ്ട് എങ്ങനെ ചേർത്ത് നിൽക്കാൻ പറ്റുമോ അതുപോലെ
തൻ്റെ ജീവിതം കൊണ്ടും ചേരാൻ വേണ്ടിയിട്ട് യൗസേ പിതാവ് തൻ്റെ ജീവിതം കൊണ്ട് പരിശ്രമിക്കുന്നുണ്ട്. മൂന്നാമത്തത്, തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി യൗസേ പിതാവ് തിരിച്ചറിയുന്നുണ്ട്. ഓരോ നിമിഷവും താൻ കണ്ട സ്വപ്നങ്ങൾ പലപ്പോഴും മാറി വരുമ്പോഴും ആ ഒരു സ്നേഹത്തിനെല്ലാം ഉപരിയായിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ആ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൗസേ പിതാവ് തൻ്റെ ജീവിതം കൊണ്ട് പരിശ്രമിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ചെറിയ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു വലുതായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഉത്തരം കിട്ടുന്ന ഒത്തിരിയേറെ മേഖലകളുണ്ട്. ഒരു കുടുംബനാഥനായിട്ട് നിലകൊള്ളുമ്പോഴും ഒരു വളർത്തുപിതാവായിട്ട് നിൽക്കുമ്പോഴും തിരുകുടുംബത്തിന് സംരക്ഷകനായിട്ട് മാറുമ്പോഴും യൗസേ പിതാവ് എത്രത്തോളം ആഴത്തിൽ നമ്മുടെ ഓരോരുത്തരും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പലപ്പോഴും ഒരു മുമ്പോട്ടുള്ള തീരുമാനത്തിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റാതെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊന്ന് കുഴഞ്ഞു പോകുമ്പോഴോ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, നമ്മുടെ ഓരോരുത്തരും ജീവിതം പലപ്പോഴും നമ്മൾ പരാതിപ്പെടുമ്പോഴും പരിഭവത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴും ഈ ഒരു ജീവിതം എത്രത്തോളം നമ്മുടെ മുമ്പിൽ മഹനീയമുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.